പിന്നെ ഒരു കാര്യം, ഉണ്ണിയേട്ടന് വേണ്ടി ഞാൻ ഇനിയിപ്പോൾ ഒരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ണിയേട്ടൻ ഒരു ഫാൻസ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി തൊട്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ ചെയ്യുന്നു. ചുമ്മാ അങ്ങനെ ആരും ആവശ്യമില്ല കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കുറേ അവന്മാർ വരും, കുറേ വാപ്പിളി സംസാരമായിട്ട് വരും. ശോകമെന്ന് എവനെ കൊണ്ട് കാണിക്കാൻ പറ്റും ഇതൊക്കെ? ഇല്ലല്ലേ. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് ഇതിൽ പോകണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ്, കട്ട വയലൻസ്. പക്ഷേ ഈ തെലുങ്ക് സിനിമയിലും ഈ മലയാള സിനിമയിലൊക്കെ ഉണ്ടല്ലേ, അവന്മാർ വയലൻസ് കാണിച്ച് കഴിഞ്ഞാൽ ഈ ബാലയെ പോലെ ഒരു ലോറി കൊണ്ടുവന്ന ട്രെയിനിൻ്റെ മേളിൽ കൂടെ പോക്ക്, ഒരു ട്രെയിൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിരലോട്ട് പിടിച്ചു വരുത്താൽ അത് കാണിച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് ഭയങ്കര മാസ്. ഉണ്ണിയേട്ടൻ കൈ വെട്ടിയെടുക്കണം, കാല് വെട്ടിയെടുക്കണം, മറ്റേ മരം വെട്ടണം, വിഷയം കൊണ്ടുവന്ന് അതിലിറക്കണം, അതൊക്കെ കാണിക്കണം, മാസ് കാണണം. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല ബ്രോ. പിന്നെ കുറേ അമ്മമാർ പറഞ്ഞു പണം കൊള്ളില്ലെന്ന് പറഞ്ഞു. ഞാൻ അമ്മടുത്ത് ചോദിച്ചല്ലോ, കട്ടക്ക് ചോദിച്ചല്ലോ, എന്ത് ഈ കൈ അടിച്ചില്ല എവിടെയായിരുന്നു? പിന്നെ കൊള്ളില്ലെന്ന് പറയുന്ന കാര്യത്തിൽ എന്തിനു നെഗറ്റീവ് പറയണത്? എന്തിനു പറയണത്? ഒരു മലയാളം നടനാണ്, ഒരു മലയാളം നടൻ ഇത്രയും ഒരു വയലൻസ് കാണിച്ചപ്പോഴത്തേക്ക് അവന്മാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വയ്യ. വല്ല സൂര്യയാ വല്ല വിജയ്യാ മറ്റുള്ള നടന്മാരൊക്കെ വല്ല കാണിച്ചു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ട് അങ്ങ് ചെയ്തളായും. ബാലയ്യ ആണെങ്കിൽ പിന്നെ ബാലയ്യ പറയണ്ട. സ്പീഡിന് പറഞ്ഞ ട്രെയിനൊക്കെ ആണെങ്കിൽ നമ്മുടെ എക്സ്പ്രസ് ഉണ്ടല്ലേ, അല്ല അതിൻ്റെ പേരെന്താ, വന്ദേമാതരം ഉണ്ടല്ലേ, വന്ദേഭാരത് ഉണ്ടല്ലേ, വന്ദേഭാരത് ട്രെയിൻ ഹെവി സ്പീഡിനാണ് വരുന്നത്. ബാലയാണെങ്കിൽ ഈ ചെറിയ വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കയറിക്കളായി. ഇങ്ങനെ പിടിച്ച് കയറിത്തിട്ട് അതാ ഒരൊറ്റ ചവിട്ട്, ട്രെയിന് 2 തുണ്ടായി. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അവിടെ കിടന്ന് ബോഡി ഭയങ്കര കയ്യടിയും വേളം. പക്ഷേ ഇത് അങ്ങനെയല്ല ബ്രോ, നല്ല കട്ട വയലൻസ് വരും, നല്ല പടം വരുന്ന കേട്ടോ. മാർക്കോ